എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നേരത്തെ പബ്ലിഷ് ചെയ്തായിരുന്നു. ഇനി വരാനുള്ളത് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 25-ാം തീയതി വരെയായിരുന്നു സമയം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഫൈനൽ റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊവിഷണൽ റാങ്കിൽ കിട്ടിയതിനേക്കാൾ റാങ്ക് കുറയാനും കൂടാനും ചിലപ്പോൾ റാങ്ക് സെയിം ആവാൻ ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് റാങ്ക് ഇത്ര ആയിരുന്നു, ഫൈനൽ വന്നപ്പോൾ എൻ്റെ റാങ്ക് ഇത്ര കൂടി ഇത്ര കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൂടാനും കുറയാനും പിന്നെ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഈ റാങ്കൊക്കെ കൂടുന്നത് കുറയുന്നത് ഫൈനൽ വരുമ്പോൾ? അതിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് LBSലെ കാൻഡിഡേറ്റ്സ് കൊടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റാങ്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സെപ്റ്റംബർ 25-ാം തീയതി വരെ പരാതികൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു കറക്ഷൻ ടൈം പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ കുറേ പേരൊക്കെ മാർക്കൊക്കെ തെറ്റായിട്ടൊക്കെ എൻട്രി ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഈ സമയത്തിനുള്ളിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ റാങ്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് റാങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഉള്ളവർ ഈ സമയത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കറക്ഷൻ വരുത്തിയവരും എല്ലാം കൂടെ വെച്ച് LBS ഒന്നുകൂടെ റീവെരിഫിക്കേഷൻ, അതായത് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് അതിൽ ആദ്യം വരുന്ന ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് 100 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതെന്ന് വീണ്ടും 4-5 റാങ്കോ അങ്ങനെ കൂടാനും പിന്നെ അതിനനുസരിച്ച് കുറയാനുള്ള ചാൻസസും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ബാക്കി കുട്ടികൾ അവരുടെ മാർക്കൊക്കെ ശരിയാക്കുന്നതിനനുസരിച്ച് അവരുടെ റാങ്ക് നിങ്ങളെക്കാൾ ഉയരുകയാണെങ്കിൽ, അവരുടെ ഇൻഡെക്സും റാങ്കും ഒക്കെ നിങ്ങളുടെ റാങ്കിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, അവരെ ആദ്യം ലിസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ളവർ, അതായത് ഇൻഡെക്സ് മാർക്കൊക്കെ കൂടിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞവരെ ഏറ്റവും ലാസ്റ്റ് ലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. മാർക്ക് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യാറുള്ളത്. എപ്പോഴും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ടാണ് ലിസ്റ്റ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടിയ റാങ്ക് എങ്ങനെയാണ് കൂടാനും എങ്ങനെയാണ് കുറയാനും ഉള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിലെ ഇൻഡെക്സ് കാൽക്കുലേഷന് എടുക്കുന്ന സബ്ജക്ട്സ് എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. +2 സയൻസ് സ്ട്രീമിൽ പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. 300 ഔട്ട് ഓഫ് 300 300 നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് ആണോ കിട്ടുന്നത്, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. LBS +2 കേരള സിലബസിൽ പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൻ്റെ മാർക്ക് 100 കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, 300 ഔട്ട് ഓഫ് 300 എന്ന ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. CBSE പഠിച്ച സ്റ്റുഡൻസിന് അവരുടെ ടോട്ടൽ മാർക്സ്, അതായത് ഔട്ട് ഓഫ് 100 തന്നെയാണ് 3 വിഷയം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി CBSE പഠിച്ച സ്റ്റുഡൻസിന് ഔട്ട് ഓഫ് 100 ആണ്, അതായത് 100 മാർക്കാണ്. ഫിസിക്സിന് 100 മാർക്ക്, ബയോളജിക്ക് 100 മാർക്ക്, കെമിസ്ട്രിക്കും 100 മാർക്ക്. ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർക്ക് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരള സിലബസിലുള്ള സ്റ്റുഡൻസിന് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഞങ്ങളെ പഠിച്ചപ്പോൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120 മാർക്സിനായിരുന്നു. പക്ഷേ LBS 100 മാർക്സിനാണ് അതിനെ കൗണ്ട് ചെയ്തത്. അപ്പോൾ 120 ഔട്ട് ഓഫ് ഇത്ര മാർക്കിൽ നിന്ന് 100 കൺവേർട്ട് ചെയ്തപ്പോൾ മാർക്കിന് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്, LBS അതിനെ 100 കൺവേർട്ടാണ് ചെയ്തിരിക്കുന്നത്. CBSE ബോർഡിനോട് ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് മാർക്സ് 100 ഔട്ട് ഓഫ് ആക്കിയിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും, അങ്ങനെ 3 സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ ഇൻഡെക്സ് 300 മാർക്സ് ആയി. ആ ഡൗട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയ റാങ്ക് ജസ്റ്റ് ഒരു ട്രയലാണ്. നേരത്തെ വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവിഷണലിൽ കിട്ടിയ റാങ്ക് ജസ്റ്റ് ഒരു ഡെമോയാണ്. അതായത് റിയൽ റാങ്ക്, അതായത് നിങ്ങൾക്ക് റിയൽ റാങ്ക് ആയിട്ടെന്ന് പറയുന്നത് ഫൈനലിൽ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക് എത്രയാണോ അതാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള, അതായത് LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമയിലുള്ള അലോട്ട്മെൻറ്റ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഫൈനലിൽ കിട്ടിയ റാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഫൈനലിൽ റാങ്ക് ലിസ്റ്റ്, അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് റാങ്ക് കിട്ടി, നിങ്ങളുടെ റാങ്ക് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് കൊടുക്കണം. ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നതും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തന്നെയാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അവർ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, അതായത് ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റിനകത്ത് നിങ്ങൾക്ക് കോളേജസിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാമെന്ന് എന്ത് ചെയ്യും, അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോഴല്ല, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അപ്ഡേറ്റും അതിനോടൊപ്പം തന്നെ വരുന്നതായിരിക്കും. ആ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ഏറ്റവും താഴത്തെ ഓപ്ഷനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് ഉണ്ടാവും. നേരത്തെ വരെ ഇല്ലാത്ത ഒരു പുതിയൊരു ഓപ്ഷൻ എന്ത് ചെയ്യും, അവിടെ ആഡ് ആവുന്നതായിരിക്കും. ആ ഓപ്ഷനാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ അതിൽ രജിസ്റ്റർ ഓപ്ഷൻസ് ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബോക്സിൽ ഒരു ലിങ്ക് പോലെ നീല കളറിൽ രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ രജിസ്റ്റർ ഓപ്ഷൻസിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പേജിലേക്ക് പോകും. ആ പേജിൽ LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ കോളേജസും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമയിലുള്ള അത്രയും കോഴ്സസും പിന്നെ അതിൻ്റെ അത്രയും കോളേജസും എന്ത് ചെയ്യും,
അതിൽ ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ ഓർക്കുക. LBS അപ്രൂവ് ചെയ്ത പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ കോഴ്സസും അതിൻ്റെ കോളേജസും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ സൈറ്റിൽ ഉണ്ട്. ആ ലിസ്റ്റ് അപ്രൂവ്ഡ് കോളേജസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതിലുള്ള കോളേജസ് ആണ്. LBSൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ കോഴ്സസ് ഏതൊക്കെ, കോളേജസ് ഏതൊക്കെ, കോളേജിൽ എത്ര സീറ്റ്സ് ഉണ്ട് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് അപ്രൂവ്ഡ് കോളേജസ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര സീറ്റ്സ് ഉണ്ട്, എത്ര പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ കോഴ്സസിനുള്ള കോളേജസ്, ആ കോളേജസിൻ്റെ പ്ലേസ്, ആ കോളേജസിൽ എത്ര മെറിറ്റ് സീറ്റ്സ് ഉണ്ട്, എത്ര മാനേജ്മെൻറ്റ് സീറ്റ്സ് ഉണ്ട്, എത്ര ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട്, ഏതൊക്കെ കോളേജസ് ഗവൺമെൻറ് ആണ്, ഏതൊക്കെ കോളേജസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ആണ്, എത്ര കോഴ്സസ് ഉണ്ട്, പിന്നെ ഫോൺ നമ്പർ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഇനി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ബാക്കിയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഒരു ലിസ്റ്റ് കാണുമെന്ന് പറഞ്ഞില്ലേ, കോളേജസ് എല്ലാമുള്ള, കോഴ്സസ് എല്ലാമുള്ള എന്താണ് ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും കോളേജസിൻ്റെ ലിസ്റ്റ്. അതിൽ പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ എന്താണ് എല്ലാ കോഴ്സസും എല്ലാ കോളേജസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അപ്രൂവ്ഡ് ലിസ്റ്റിലുള്ള കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും കാണാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിലെ കോളേജസ് കാണാൻ പറ്റും. കോളേജസിൻ്റെ ടൈപ്പ് ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. പിന്നെ കോഴ്സ് ഏതാണ്, ഏത് കോഴ്സാണെന്ന് വെച്ചാൽ ആ കോഴ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കോളേജസിന് നേരെ എന്താണ് സ്ക്വയർ ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നെക്സ്റ്റ് ഓപ്ഷൻ, പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്താണ് റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓരോ കോളേജസിന് നേരെയും എന്താണ് സ്ക്വയർ ബോക്സസ് കാണുമെന്ന് പറഞ്ഞു. സോ നിങ്ങൾ ആ സ്ക്വയർ ബോക്സിൽ നമ്പർ ഇട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻ കൊടുക്കേണ്ടത്. 1 2 3 എന്ന് പറഞ്ഞിങ്ങനെ നമ്പർ ഇട്ടാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഓരോ കോളേജസിന് നേരെയും എന്താണ് സ്ക്വയർ ബോക്സസ് കാണും. സോ നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കോളേജസിന് എങ്ങനെയാണ് നമ്പർ ഇടേണ്ടതെന്ന് ഉള്ള ഡൗട്ട്സ് എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവും, അത് നോർമലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഇടേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള കോളേജിനായിരിക്കണം ഒന്നെന്ന് പറഞ്ഞ് നിങ്ങൾ നമ്പർ കൊടുക്കാൻ. ആ സ്ക്വയർ ബോക്സിന് നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിലാണോ ഓപ്ഷൻ കൊടുക്കുന്നത്, മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ, പിന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തിൽ, ടാബിലാണെങ്കിൽ ടാബിൽ, ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കഫേയിലോ ആണ് പോയി ചെയ്തതെങ്കിൽ എന്താണ് അവിടെ പോയി ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ നിങ്ങളുടെ സിസ്റ്റമോ ഫോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എക്സ്ട്രാ കാശ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ കോളേജസിന് നേരെയും സ്ക്വയർ ബോക്സസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, 1 2 3 എന്നിങ്ങനെ നമ്പർ കൊടുക്കണം. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ളത്, ഏറ്റവും ഇഷ്ടവും ഉള്ള കോളേജിനായിരിക്കണം ഒന്നെന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത് പോകാൻ താല്പര്യമുള്ളത് ഇഷ്ടമുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സിന് 2 എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടമുള്ളതിന് 3, അത് കഴിഞ്ഞ് അടുത്ത് ഇഷ്ടമുള്ളതിന് 4, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓർഡറിൽ, അതായത് കണ്ടിന്യൂസ് ഓർഡറിൽ 1 2 3 4 ഇങ്ങനെ കണ്ടിന്യൂസ് ഓർഡറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത് പോകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും പോകാൻ താല്പര്യമുള്ള കോളേജസും കോഴ്സസും വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ എന്ത് ചെയ്യാൻ കൊടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതും ഏറ്റവും ഇഷ്ടം കൂടിയ കോളേജ് അല്ലെങ്കിൽ ആ കോഴ്സിനനുസരിച്ചിട്ടുള്ള കോളേജ് ആയിരിക്കണം കൊടുക്കാൻ. ബാക്കി ഓപ്ഷൻ എന്താണ് അതേപോലെ തന്നെ വേണം എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഏത് കോളേജ് കൊടുത്താലും ഏത് കോഴ്സിലെ കോളേജ് കൊടുത്താലും നേരത്തെ കൊടുത്ത ഓർഡറിൻ്റെ എന്താണ് ബാക്കി നമ്പറായിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു, ഏത് കോഴ്സാണ്, ഫാർമസി കോഴ്സ്, DPharm കോഴ്സാണ് കൊടുത്തത്. അതിൽ 2 3 കോളേജ് വെച്ചെന്ന് വിചാരിക്കുക. എനിക്ക് എന്താണ് വേറൊരു കോളേജ് ലാബ് ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഡിപ്ലോമ അതാണ് എടുത്തത്. അതിൽ 2 കോളേജ് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നേരത്തെ കൊടുത്ത നമ്പറിൻ്റെ ബാക്കി നമ്പറായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ എന്താണ് ഫാർമസി കോഴ്സിൽ 4 കോളേജസാണ് സെലക്ട് ചെയ്തെങ്കിൽ 1 2 3 4 4 എന്ന നമ്പർ കൊടുത്തതാണ് ലാസ്റ്റ്. അപ്പോൾ എന്താണ് MLT കോഴ്സ് വരുമ്പോൾ 2 കോളേജാണ് സെലക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ, അതായത് 5ഉം 6ഉം ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഏത് കോഴ്സ് എടുത്താലും കോളേജ് എടുത്താലും എന്താണ് നമ്പർ കണ്ടിന്യൂസ് നമ്പറാണ് ഇട്ട് പോകേണ്ടത്. 1 2 3 4 ഒരിക്കലും എന്താണ് നമ്പേഴ്സിൽ റിപ്പറ്റീഷൻ വരാൻ പാടില്ല, കണ്ടിന്യൂസ് നമ്പറാണ് ഇട്ട് പോകേണ്ടത്. കോളേജസിൻ്റെ ലിസ്റ്റ് ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എന്ത് ചെയ്യുക, ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ചാടിക്കയറി ഓപ്ഷൻ കൊടുക്കാതെ എന്താണ് നേരത്തെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എന്ത് ചെയ്യുക, ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും തവണ എന്താണ് കോളേജ് ഓപ്ഷൻ ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ആ രജിസ്ട്രേഷൻ ടൈം തീരുന്നത് വരെ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര വേണമെങ്കിലും കോളേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. വേണമെങ്കിൽ നമുക്ക് എന്താണ് ലിസ്റ്റിലുള്ള മൊത്തം കോളേജസും കോളേജ് ഓപ്ഷനായിട്ട് കൊടുക്കാം. പക്ഷേ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് എന്ത് ചെയ്യുക, ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് വേണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോ കോളേജസ് എല്ലാം ഇങ്ങനെ 1 2 3 എന്നിങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്പർ ഇട്ടിട്ട് അതിൻ്റെ താഴെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ സെലക്ടഡ് കോളേജസ് ഓർ കോഴ്സസ് ഒന്നുണ്ടാവും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ കോളേജസും വന്നോന്ന് നോക്കുക. 1 2 3 4 എന്ന നമ്പർ ഇട്ട കോളേജസ് എല്ലാം ഇങ്ങനെ വന്നോന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് വയ്ക്കുക. സോ എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയലാണ്. നിങ്ങൾക്ക് എന്താണ് കൊടുത്ത ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒരു ചാൻസ് ചെക്ക് ചെയ്യുന്നതാണ്. അത് എല്ലായ്പ്പോഴും എന്താണ് ശരിയാവണമെന്നില്ല. ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് തൊട്ടാണ് മെയിൻ അലോട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തൊട്ടാണ് എന്താണ് ഇമ്പോർട്ടൻറ്റ്. സോ മാക്സിമം കോളേജസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കുറച്ച് സമയം തരുന്നതായിരിക്കും.
ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ ആ ടൈമിൽ കോളേജ് ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒന്നേന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പഴയ ഓപ്ഷൻ തന്നെ മതി എന്നുള്ളവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നവർക്ക് റീഅറേഞ്ച് ചെയ്യാം, റിമൂവ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. സോ റിമൂവ് ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് ഒരു കോളേജ് വേണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് റിമൂവ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ കോളേജസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിലുള്ള കോളേജസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റീഅറേഞ്ചും ഡിലീറ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും കോഴ്സസും എത്ര വേണമെങ്കിലും കോളേജസും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു ലിമിറ്റും ഇല്ല. എത്ര വേണോ കോളേജസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ്, ടോക്കൺ ഫീ എപ്പോൾ അടയ്ക്കണം, എപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ ആ ടൈമിൽ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേ പേർക്ക് എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ പരമാവധി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നതെന്നും കൂടെ പറയാം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്താണ്, ഇനി പൂജ ഹോളിഡേയ്സും ഒക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞ് വരാനാണ് ചാൻസ് ഉള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു.